അക്ഷരാർത്ഥത്തിൽ എല്ലാം തീരുമാനിച്ചുറച്ചതുപോലെയുള്ള അൻവർ ആക്രമണം തുടരുകയാണ്. എൻ്റെ ഓർമ്മയിലെങ്ങും ഇതുപോലെ ഒരു വ്യക്തി ആർക്കും മറുപടി പറയാനാകാത്ത വിധം, ആർക്കും പിന്തുണയ്ക്കാനാകാത്ത വിധം കടുത്ത ആക്രമണം നടത്തുന്നത് ഞാൻ ആദ്യമായി കാണുകയാണ്. സാധാരണ ഇങ്ങനെയുള്ള എതിരഭിപ്രായങ്ങൾ ഉയർന്നാൽ വളരെ പെട്ടെന്ന് തന്നെ അതിനെതിരെയുള്ള മൂവ്മെൻറ്റും എതിരെയുള്ള പബ്ലിക് സ്റ്റേറ്റ്മെൻറ്റുകളും കൃത്യവും വ്യക്തവുമായി ആരംഭിക്കും. അത് കൂടുതലും ആരംഭിക്കുന്നതിൻ്റെ കരുത്തും കാർക്കശ്യവുമുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാണ്. കോൺഗ്രസിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരു ആരോപണം വന്നാൽ അതിൻ്റെ ചുവട് പിടിച്ച് 10 പേർ, എതിർത്ത് 2 പേർ എന്നൊക്കെയുള്ള അനുപാതത്തിൽ, ഒരു 8:2 എന്നൊക്കെ പറയുന്ന അനുപാതത്തിലാണ് അത് വർക്ക് ചെയ്യുന്നതെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അങ്ങനെയല്ല. അതിൻ്റെ പ്രത്യയശാസ്ത്രപരമായ അടിത്തറയെയോ അല്ലെങ്കിൽ അതിൻ്റെ ബാക്കിയുള്ള സംഗതികളെയോ എവിടെയെങ്കിലും ആരെങ്കിലും ചോദ്യം ചെയ്താൽ അപ്പോൾ രംഗത്ത് ചാടി വരേണ്ടതാണ്. അൻവറിനെ വേണമെങ്കിൽ ഒരു അരാഷ്ട്രീയവാദി എന്ന തരത്തിൽ അവർക്ക് മുദ്ര കുത്താവുന്നതാണ്. കാരണം പാർട്ടി മെമ്പർഷിപ്പില്ല. അദ്ദേഹത്തെ പിന്തുണച്ച് പാർട്ടി അവിടെ MLA ആക്കി, 3 തവണ MLA ആയി. ഈ MLA ആകുമ്പോഴെല്ലാം ആ ഒരു സീറ്റെന്ന് പറയുന്നത് കേരള ഭരണത്തിൽ ഒരു പ്രത്യേകിച്ച് ഒരു സാങ്കേതികത്വം നിറഞ്ഞ അവസ്ഥയിലേക്കൊന്നും കേരളത്തിൽ LDF ഭരണം എത്തിയിട്ടില്ല. ജയിച്ചതെല്ലാം കൃത്യം മെജോറിറ്റിയോടുകൂടിയാണ്. എന്നാൽ അങ്ങനെയുള്ള ഒരാൾ ഇങ്ങനെ തുടരെ ഒരുപക്ഷെ സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാവിന് പോലും കിട്ടാത്ത പ്രാധാന്യത്തോടെ മാധ്യമങ്ങൾ അദ്ദേഹത്തിൻ്റെ വാർത്തകൾ ആഘോഷിക്കുമ്പോൾ അത്രയുമൊന്നുമില്ല എന്ന് പറയുന്നെങ്കിലും എന്തൊക്കെയോ ഉണ്ട് എന്ന് സമ്മതിക്കുന്നു എന്നതാണൊരു സത്യം. CPMൻ്റെ അനുയായികളും അത്രമേൽ മേൽത്തട്ടിലല്ലാത്ത നേതാക്കളും എല്ലാവരും എന്ന് പറഞ്ഞാൽ, അത്രമേൽ മേൽത്തട്ടിൽ എന്ന് പറഞ്ഞാൽ അധികാരത്തിൻ്റെ ഒരു സുഖം അനുഭവിക്കുന്ന കുറച്ചുപേർ ഒഴികെയുള്ള ആളുകളെല്ലാം ഈ പറയുന്നതിൽ വാസ്തവമുണ്ടെന്നും ഇത് പരിഗണിക്കപ്പെടേണ്ടതാണെന്നുമുള്ള അഭിപ്രായക്കാരാണ്. ഈ അൻവർ തുടങ്ങിയപ്പോൾ അത് പാർട്ടി നിയന്ത്രിക്കും, ആരെങ്കിലും അതിന് കൂച്ചുവലങ്ങിടും, പൂട്ടിക്കളയും, വിരട്ടിക്കളയും എന്നൊക്കെ പറഞ്ഞിട്ടും എങ്ങും വിരളിൽ നില്ലെന്ന് മാത്രമല്ല, ഓരോ ദിവസവും പുതിയ മേഖലയിലേക്ക് കടക്കുകയാണ് അൻവർ ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം കോട്ടയ്ക്കൽ പോലീസ് സ്റ്റേഷനിൽ പോയി. അതുപോലെ തന്നെ പുതിയ വിവരങ്ങൾ പുറത്തുവിടുന്നു. ഇനിയും വിവരങ്ങൾ പുറത്തുവിടാനുണ്ടെന്ന് പറയുന്നു. തന്നെ ഇല്ലാതാക്കിയാൽ പോലും ഈ വിഷയം അവസാനിക്കില്ലെന്ന് പറയുന്നു. അങ്ങനെയൊക്കെ എല്ലാ അർത്ഥത്തിലും വളരെ പ്ലാൻഡ് മൂവായിട്ടാണ് അൻവർ മുന്നോട്ട് സഞ്ചരിക്കുന്നത്. ഇതിന് എവിടെയാണ്, എങ്ങനെയാണ് ഈ വിഷയത്തിലൊരു അന്ത്യമുണ്ടാവുക എന്നത് എല്ലാവരും സാഗൂതം വീക്ഷിക്കുകയാണ്. ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ADGP അജിത് കുമാറിനെ അന്വേഷണത്തിന് ശേഷം ഉചിതമായ തീരുമാനമെടുക്കും എന്ന് പറഞ്ഞിരുന്ന അൻവറിൻ്റെ നിലപാടിൽ നിന്ന് കഴിഞ്ഞ ദിവസം കേൾക്കുമ്പോൾ അദ്ദേഹത്തെ ആ സ്ഥാനത്തിരുത്തിക്കൊണ്ട് അന്വേഷണം ഒട്ടും യോഗ്യമാവില്ല എന്ന നിലപാടിലേക്ക് എത്തിയിട്ടുണ്ട്. അദ്ദേഹം അവധിയിൽ പോയ ആ കാലം പോലും ഇൻ്റലിജൻസിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥർ വീക്ഷിക്കണമെന്നും ഇത് തെളിവുകൾ ഇല്ലാതാക്കാനാണ് പോയതെന്നുമൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. ഇത് പറയുമ്പോൾ ആത്യന്തികമായി ഇത് ചെന്നെത്തപ്പെടുന്നത് മുഖ്യമന്ത്രിയിലേക്കും പാർട്ടിയിലേക്കും തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇതിനെങ്ങനെയാണ് റിട്ടാലിയേറ്റ് ചെയ്യുക, എന്താണ് ഇതിന് മുഖ്യമന്ത്രി മറുപടി പറയുക എന്നുള്ളതിനെ സംബന്ധിച്ചാണ് എല്ലാവരും ശ്രദ്ധയോടെ കാത്തിരിക്കുന്നത്. ഇന്നും മുഖ്യമന്ത്രിയെ കാണും എന്നാണ് അൻവറിനെ സംബന്ധിച്ച വാർത്തകളിൽ ഒരു മാധ്യമത്തിൽ കണ്ടത്. സത്യമോ അസത്യമോ എന്നറിയില്ല. ഏതായാലും അൻവർ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്.